ഗലാത്യർ 6:14 ഒരുമിച്ച് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാവാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിതനായിരിക്കും. പൗലോസ് പറയുന്ന വാക്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഈശോയുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാവാതിരിക്കും. മേന്മ ഭാവിക്കാന്നൊക്കെ വെച്ചെന്താ? പൊങ്ങച്ചം കാണിക്കുന്നതല്ല. നമുക്കിപ്പോൾ ഇതെങ്ങനെ ചിന്തിച്ചേ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന നമ്മുടെ ആരോഗ്യമുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്, നമ്മുടെ ബന്ധുബലമുണ്ട്, നമ്മൾ ആർജിച്ചെടുത്ത് നമ്മുടെ പേരുണ്ട്. ഇതൊക്കെ നമുക്കൊരു ശക്തി തരും, ഇല്ലേ? ശരിയാണോ? അല്ല, ഒന്നും മിണ്ടുന്നില്ലോ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തരുന്നില്ലേ? നിങ്ങളുടെ നല്ല വീട്, നിങ്ങൾക്കുള്ള ജോലി, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, നിങ്ങളുടെ ബന്ധുബലം, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ എല്ലാം നമുക്കൊരു ശക്തി നൽകും, നമുക്കൊരു മേന്മ, ഒരു മേനി നൽകും. പക്ഷെ പൗലോസ് പറയാണ്, ഈശോയുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാവാതിരിക്കട്ടെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിക്ക് അഭിമാനിക്കാൻ മറ്റൊന്നും വേണ്ട, ഈശോയുടെ കുരിശ് മാത്രം മതി. എന്തിനങ്ങനെ പറയുന്നതറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ ആരോഗ്യം പോകാം, അല്ലേ? ചിലപ്പോൾ നമ്മൾ അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്ന നമ്മുടെ ആരോഗ്യം ഒരു രോഗം വന്നാൽ പോകാം. നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ കഴിവുകൾ കൊണ്ടെന്നൊക്കെ നമ്മൾ വിചാരിച്ചെടുത്ത്, നമ്മൾ വാങ്ങിച്ചെടുത്ത, നമ്മൾ നേടിയെടുത്ത നമ്മുടെ സമ്പത്ത്, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ നല്ല പേര് ഒറ്റ നിമിഷം പോകാം. നമ്മൾ മേന്മ ഭാവിച്ചതെല്ലാം ചിലപ്പോൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകാം. പൗലോസ് പറയാണ്, ഇതിലൊന്നും ഞാൻ മേന്മ ഭാവിക്കുന്നില്ല. പഠിച്ചതിലോ നേടിയെടുത്തതിലോ ആരോഗ്യത്തിലോ കഴിവുകളിലോ സൗന്ദര്യത്തിലോ ഒന്നിലും മേനി ഭാവിക്കുന്നില്ല. ഒറ്റ കാര്യത്തിൽ ഞാൻ മേനി ഭാവിക്കുന്നു. എന്താണത്? സമ്പത്ത് പോയാലും, പ്രിയപ്പെട്ടവരിട്ടേച്ച് പോയാലും, ആശ്രയിച്ചതെല്ലാം തകർന്നു പോയാലും, അപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ട് ഒരാളുണ്ടാകും. കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച ക്രൂശിതനായ എൻ്റെ ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഈ സ്നേഹം എനിക്കുള്ളതുകൊണ്ട് വേറെ ഒന്നും എനിക്കറിയണ്ട, വേറെ ഒന്നും എനിക്ക് പ്രഘോഷിക്കണ്ട, വേറെ ഒന്നിലും എനിക്ക് രക്ഷയില്ല, വേറെ ഒന്നും എനിക്ക് ശക്തി നൽകുന്നില്ല, വേറെ ഒന്നിലും എനിക്ക് മേന്മ ഭാവിക്കാനില്ല. എൻ്റെ ക്രൂശിതനായ, എനിക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയല്ലാതെ. പറഞ്ഞേ ഹല്ലേലൂയ. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen.